എന്ത് ചെയ്യുന്നേ? പെട്ടിയൊക്കെ ആയിട്ട് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. നീ എങ്ങോട്ടാ പോകുന്നേ? അമ്മേ, എന്നെ വെറുതെ വിടമേ. വിക്രം, എടാ വിക്രം, എന്താ പറ്റിയേ? നീ എന്തിനാ പെട്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ഇവനെന്താ മറുപടി ഒന്നും പറയാത്തെ? നോക്കച്ചാ, എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോവാ. എന്താ? അയ്യോ, എന്താ വീട് വിട്ടു പോവാനോ? വിക്രം, നീ എന്തൊക്കെയാ പറയുന്നേ? വിക്രം മോനെ, എന്താ ഇതൊക്കെ? ഇപ്പൊ എന്ത് കാര്യത്തിനാ വീട് വിട്ട് ഇറങ്ങി പോകുന്നത്? ഇനി എന്താ ഉണ്ടാവേണ്ടത്? എനിക്കിനി ഒരു കല്യാണം വേണ്ട വേണ്ടെന്ന് ഞാൻ നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പെണ്ണിനെ നോക്കുന്നു, ജാതകം നോക്കുന്നു. എന്തിനാ നിങ്ങളെ ആവശ്യമില്ലാത്ത പണി ചെയ്യുന്നത്? ഇതൊന്നും ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഒളിച്ചുകളി നടത്തുക അവിടെ. 1-2 പ്രാവശ്യമല്ല, 1000 തവണ പറഞ്ഞിട്ടുള്ള എനിക്കിനി കല്യാണം വേണ്ട വേണ്ട വേണ്ടെന്ന്. എന്നാൽ നിങ്ങൾക്കൊക്കെ അത് കേൾക്കാൻ താല്പര്യമില്ല. ഞാനിവിടെ താമസിച്ചാലല്ലേ എന്നെ കൊണ്ട് നിങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കാനൊക്കെ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. വിക്രം, ഇനി ഒരു തവണ പോലും ഈ വീട് വിട്ടു പോവാന്ന് നീ പറഞ്ഞേക്കരുത്. ദാ, ഇപ്പൊ എന്താണ് ഞാൻ നിനക്കെതിരെ ചെയ്തത്? നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാ? തെറ്റാണമ്മേ. അമ്മ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുന്നേ ഇല്ല. എനിക്ക് നന്മ ചെയ്യാണെന്നും പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളിത് എപ്പോഴെങ്കിലും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് കരുതി ക്ഷമിച്ച് ജീവിക്കുക. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചത്. എന്നെ ദയവ് ചെയ്ത് ആരും തടയാൻ നിൽക്കരുത്. ഞാൻ എവിടെയെങ്കിലും പോയി തനിച്ച് ജീവിച്ചോളാം. വിക്രം, എന്താ മോനെ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ നിനക്കറിയോ? ചേച്ചി ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ എല്ലാവരും മറന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണോ മോനെ? ഇത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ല? ഞാനായിട്ട് പോണെന്ന് വിചാരിച്ചല്ല ഓമ. ഇവിടുന്ന് പോകാൻ എന്നെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെയാ. വിക്രം, ചേച്ചി പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് ദോഷമായിട്ടുള്ളൊന്നും ചേച്ചി പറയില്ലല്ലോ. നിന്റെ നന്മയ്ക്കും നിന്റെ ജീവിതം നന്നാവാനും വേണ്ടിയാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട്. ചേച്ചി മാത്രമല്ല, ചേച്ചിയെ പോലുള്ള എല്ലാ പെറ്റമ്മമാരും ഇങ്ങനെയായിരിക്കും ചെയ്യുക. സ്വന്തം മകനെ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞാ ഏത് പെറ്റമ്മയ്ക്കാ സഹിക്കാൻ കഴിയുന്ന മോനെ? നിനക്കിനി ഒരു കല്യാണം കഴിച്ചാലെന്താ? അയ്യോ, ദയവായിട്ട് വീണ്ടും ആ കാര്യം ഒരിക്കൽ കൂടി പറയാതിരിക്കുക. കല്യാണം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരിക്കൽ കൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്രയ്ക്ക് ഞാനത് വെറുത്തതാ. എന്റെ ജീവിതത്തിൽ ഒരുത്തി കാരണം ഞാൻ അനുഭവിച്ചൊക്കെ മതി. ഇനി വീണ്ടും ആ നരകത്തിലേക്ക് ചാടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിച്ച കാര്യം കല്യാണം എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും അതെന്നെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുക. മോനെ, ഏതോ ഒരു പെണ്ണങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കുമോ? ചെറിയ പ്രായത്തിൽ നമ്മൾ സൈക്കിളോ വണ്ടിയോ ഒക്കെ ഓടിക്കുമ്പോ താഴെ വീഴാറില്ലേ മോനെ? അപ്പോ ഒരു തവണ നമ്മൾ താഴെ വീണെന്ന് കരുതി പിന്നെ നമ്മൾ വണ്ടിയെ ഓടിക്കാതിരിക്കുവോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒക്കെ മനസ്സിലാക്കി അത് തിരുത്തുവല്ലേ ചെയ്യുന്നത്? അതുപോലെയാ മോനെ ജീവിതവും. ഏതോ ഒരുത്തി കാരണം നിന്റെ ദാമ്പത്യ ജീവിതം ഒരു തവണ തകർന്നുപോയി. അതുകൊണ്ട് കല്യാണമേ കഴിക്കില്ലെന്ന് പറയുന്നത് അത് പിടിവാശിയല്ലേ മോനെ? നിങ്ങളെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു കല്യാണം എന്റെ ജീവിതത്തിൽ നടക്കില്ല. എനിക്കതിൽ വ്യക്തമായ നിലപാടുണ്ട്. അങ്ങനെയാണോ? ഇതാണോ നിന്റെ തീരുമാനം? എന്നാ എന്റെ തീരുമാനം കൂടി കേട്ടോ. നീ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും നിനക്ക് നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി ഞാൻ നിന്റെ കല്യാണം നടത്തുക തന്നെ ചെയ്യും. കണ്ടില്ലേ, ഇതാണ് എന്റെ പ്രശ്നം തന്നെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ എന്റെ കല്യാണക്കാരൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകുമെന്ന് പറയുന്നത്. ഒന്ന് സമാധാനായിട്ടിരിക്കെ, നമുക്ക് സംസാരിക്കാം. വേണ്ടച്ചാ, ഇനി ഈ കാര്യത്തിൽ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്?
നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ നിന്റെ പ്രശ്നങ്ങളെല്ലാം അതോടെ തീരുമോ? നീ എപ്പോഴും പറയല്ലോ നിന്റെ മോനെല്ലാം നീയാണെന്നും നിനക്കെല്ലാം നിന്റെ മോനാണെന്നൊക്കെ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കടാ? അത് നീ ചിന്തിച്ചോ? അച്ഛാ, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പോകുന്നു പറഞ്ഞാലും എന്റെ മോനെ തനിച്ചാക്കി പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ മോനെയും കൂട്ടിയിട്ടാ പോകാൻ പോകുന്നത്. ഞാൻ ജീവിക്കുന്നതന്നെ എന്റെ മോന് വേണ്ടിയാ. അവനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങനെ ഇറങ്ങി പോവാ? വിക്രം, എന്താ മോനെ ഇത്? നീ ഈ വീട് ഉപേക്ഷിച്ചു പോകുന്നത് ഞങ്ങക്ക് സഹിക്കാനാവോ? എന്നാ കവിമോനെ കൂടി കൂട്ടിക്കൊണ്ടു പോവാണെന്ന് പറഞ്ഞ നീ മാത്രമല്ല, കവിൻ മോനും ഞങ്ങളുടെ ജീവൻ തന്നെയാണ് മോനെ. അവനെ ഞങ്ങളുടെ അടുത്തുനിന്ന് നീ കൂട്ടിക്കൊണ്ടു പോവാണോ? വേണ്ട മോനെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കടം തരരുത്. എന്റെ കണ്ണടയുമ്പോ എന്റെ കൊച്ചുമക്കളെ എന്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വേണം എന്റെ ജീവൻ പോണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹത്തെ നീ നിരാശയാക്കി മാറ്റരുത്. മുത്തശ്ശി, ഞാനൊരു കാര്യം പറയാലോ. ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമല്ല. നിങ്ങളെല്ലാം വിട്ടിട്ട് പോണോന്നോ അതുപോലെ എന്റെ മോനെ നിങ്ങളുടെ അടുത്തുനിന്ന് വേർപെടുത്തി കൊണ്ടുപോകണമെന്നോ ഒന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്നത്തോടെ എനിക്ക് വേണ്ടി വേറെ പെണ്ണെ അന്വേഷിക്കുന്ന ജോലി അവസാനിപ്പിക്കാൻ പറ. ഞാൻ ഇവിടുന്ന് അങ്ങും പോവില്ല. എടാ, നീ നിന്റെ മോനെ കുറിച്ച് ചിന്തിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ എന്റെ മകനെ കുറിച്ച് ചിന്തിച്ചത്. അതെന്താണ് നീ മനസ്സിലാക്കത്തെ? എന്റെ കാര്യം പോട്ടെ, നിന്റെ മോനെ കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം നീ എല്ലാരോടും പറയാറില്ലേ? അവനെ കുറിച്ച് നീ ആലോചിച്ചു? അവനൊരു അമ്മ വേണോടാ. നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല, നിന്റെ സമാധാനത്തിനും കവിൻ മോന്റെ ഭാവിക്കും വേണ്ടിയാ. ഞങ്ങളുടെ കാലശേഷം നിനക്കും കവിൻ മോനും ഒരു തുണയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് കല്യാണത്തിനൊന്ന് സമ്മതിക്ക്. ഞാൻ മരിക്കുന്നതിന് മുൻപ് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് നീ ഭാര്യയും മക്കളും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് സമാധാനത്തോടെ വേണോടെ എനിക്ക് പോവാൻ. അമ്മേ, എന്നെ ഇമോഷണലായിട്ട് സംസാരിച്ച് തളയ്ക്കാന്ന് കരുതണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു തന്നെയാ. ഞാൻ ഇനിയൊരു കല്യാണം കഴിക്കില്ല. ഈ ജന്മത്തിൽ ഇനി അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ഇതാണോ നിന്റെ തീരുമാനം? അതെ അമ്മേ. ഈ കാര്യം എനിക്കിനി തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനു മുൻപൊരിക്കൽ നിന്നോട് കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ച് നീ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം നീ തൊലച്ചില്ലേ? ഇപ്പോ ഞാൻ നിന്നോട് കല്യാണം കഴിക്കാനാ പറയുന്നേ. എന്നാ അത് വേണ്ടെന്നും പറഞ്ഞ് നീ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കുക. ഇത്തവണയും നിന്റെ ഇഷ്ടപ്രകാരം തീരുമാനം എടുത്ത് കഷ്ടപ്പെടുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല.